ഇത് നമ്മുടെ വീട്ടിലെ മുരിങ്ങയ്ക്കയാണ്. ഈ കാണിച്ചത് മൊത്തം നമ്മുടെ വീട്ടിലെ കാച്ചിൽ. പിന്നെ നമ്മുടെ വീട്ടിലെ മുരിങ്ങയ്ക്ക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പൂവൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക. ആ മുരിങ്ങയ്ക്ക ഫുള്ളും നമുക്ക് അരിഞ്ഞിടാം. മുരിങ്ങയ്ക്ക അരിഞ്ഞിട്ടിട്ട് പിന്നെ അതൊന്ന് കീറിയിടണം. ഈ കീറിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് മുരിങ്ങയ്ക്കകത്ത് അരപ്പ് പിടിച്ച് വേവുമ്പോൾ അരപ്പ് പച്ച ചവ വരത്തില്ല, സെറ്റായി വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കായും കുറച്ച് നീളൻ പയർ കണ്ടോ, നീളൻ പയർ നമ്മുടെ അവിയലിൻ്റെ പീസസിൻ്റെ നീളം എത്രയാണോ അത്രയും നീളത്തിൽ അത് എന്നിട്ട് ഒന്നുകൂടെ അരപ്പ് പീസ് ഉണ്ടാക്കും. പച്ചമുളക് നമുക്ക് പിന്നെ മഞ്ഞൾ ജീരകം പിന്നെ അതും കൂടെ ഇട്ട് നമ്മൾ വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു അവിയലിലൂടെ അത് നോക്കിക്കോ. ഈ പച്ചക്ക എങ്ങനെയാണെന്നറിയാം. ഞാനിത് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഉപ്പിനകത്തിട്ട് ഇടുമ്പോൾ അതിൻ്റെ അകത്തെ കറ കുറച്ചങ്ങ് മാറും കേട്ടോ. സാധാരണ ഈ ഏത്തക്കയുടെ തൊലിയും കറിക്കകത്തിടുന്നത് നല്ലതാണ്, അധികം ചെത്താതെ. ഏത്തക്ക തൊലിയും പയർ കൂടെ ഇട്ട് തോരൻ വെക്കും, നല്ലതാണ്. ഇങ്ങനെ കട്ട് ചെയ്യും. ഇനി അത് പീസാക്കും. ഞാൻ അങ്ങനെ ഇട്ടിട്ട് കാണിച്ച അത്രയും നീളത്തിൽ നമുക്ക് അവിയലിനാകുമ്പോൾ അത്രയും നീളത്തിൽ എടുക്കാം. ഉണ്ടോ? കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ വെക്കുക. 3 പീസാക്കി എന്നിട്ട് ഇങ്ങനെ ഇടുക. എന്താ അവിയലിനിട്ടുണ്ട? അങ്ങനെയാണ് നമ്മൾ അവിയലിന് അരിയുന്നത്. കണ്ടോ? ഒരു സ്വല്പം ഉപ്പിലിട്ട് വെച്ചിട്ട് ഞാൻ പോയി എളുപ്പം അരച്ചുകൊണ്ട് വരാം. നല്ലൊരു അവിയലായിരിക്കും. ഇത് കറയിരുന്ന ചിലർക്കേ നെഞ്ചരിച്ചിലുണ്ടാവും കേട്ടോ. ഉണ്ടല്ലോ. അതിനകത്ത് ഇച്ചിരി ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നമ്മൾ നല്ലതൊന്ന് ഞെവിടും. ഞാൻ അരച്ചുകൊണ്ട് വരുന്നത് വരെ ഇതൊന്ന് ഉപ്പ് വെള്ളത്തിൽ കിടക്കണം. എളുപ്പം അരച്ചുകൊണ്ട് വരാം. കിടക്കട്ടെ. ഞാൻ എവിടെ ഇട്ടിട്ടുണ്ടേ. ഇതാ വരുന്നേ. ഇതാ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവുമായിട്ട് പുരട്ടി ഉപ്പും കൂടെ പുരട്ടി വെക്കണം. നമ്മുടെ പച്ചക്കായ കൂടെ ഞാൻ കഴുകി കേട്ടോ. പച്ചക്കായ കൂടെ കഴുകിയിട്ടിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇടാം. നമ്മൾ പച്ച ഏത്തക്കയാണ് മേടിക്കുന്നത് കേട്ടോ. സൂപ്പർ അവിയലായിരിക്കും.
2-3 വെള്ളത്തിൽ ഇടാൻ കഴുകുമ്പോൾ അതിൻ്റെ കുറച്ചങ്ങ് പോവും കറി. അപ്പോൾ നമുക്ക് ആ പച്ചക്കായും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചയേത്തക്ക വാ. കണ്ടല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം വേവണ്ടേ. ഈ അരപ്പിനകത്ത് ഞാൻ എന്തൊക്കെ ഇട്ടതെന്ന് വെച്ചാൽ മുളക്, പിന്നെ മഞ്ഞൾ, ജീരകപ്പൊടി, ജീരകപ്പൊടി ആയാലും ജീരകമായാലും കുഴപ്പമില്ല. എന്നിട്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടേ ഞാനിതിപ്പോൾ. ഉപ്പും ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് വേണം നമ്മൾ അവിയലിന് വെക്കേണ്ടത്. ഞാനങ്ങനെ വെക്കുന്നു. അപ്പം വെച്ചാൽ എൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ അവിയലിൻ്റെ എല്ലാ ഈ കഷ്ണങ്ങളിനകത്തും ഈ അരപ്പ് നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇങ്ങനെ വെക്കണം. ചിലർ വെന്തതിന് ശേഷം അരപ്പിടുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ വെക്കുന്നതുകൊണ്ട് 2 വിധത്തിലും നമ്മൾ വെച്ച് നോക്കണം. എന്നിട്ട് ഏതാണ് നിങ്ങൾ നോക്കിയിട്ട് പറയണം. കണ്ടല്ലേ. അപ്പം ഞാനത് വെച്ചു. തീ നല്ല കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം അത് വേവാൻ ടൈം എടുക്കുമല്ലോ. എൻ്റെ അടപ്പിനകത്തോടുണ്ട് കുറച്ച് അരപ്പിരിക്കുന്നത്. അപ്പോൾ വെന്ത് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ കടുക് വറുത്ത് ഒഴിക്കാം കേട്ടോ. നമുക്കൊന്ന് നോക്കിയാലോ. പരിവാട്ടുണ്ട്. എല്ലാം വെന്ത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പില ഇടണം കേട്ടോ. ഒരു നുള്ളും കൂടെ ഇരിക്കട്ടെ. ഉപ്പൊക്കെ നോക്കാം. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇനി കറിവേപ്പില ഇട്ടാൽ പറ്റിയാനെ ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് നമുക്ക് അങ്ങ് അടച്ച് വെക്കാം. എല്ലാം വെന്ത് നല്ല പരിവായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് കാണിക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കുന്നത് കാണിച്ചു തരാം. കറക്റ്റ് വരിക. വെള്ളം പോലെ ചേട്ടന് ഇഷ്ടമല്ല അരിയലിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. ഓക്കെ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചത്. കണ്ടല്ലേ. ഉപ്പുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ഉണ്ട്. ലേശം ഇട്ടേക്കാം. ചേട്ടന് ഇച്ചിരി ഉപ്പ് വേണം. എനിക്കുപ്പ് കുറവാണ്. നമുക്ക് ഒന്ന് ഇളക്കിയേക്കാം. മുരിങ്ങിക്കേക്കാണല്ലോ വെന്ത്. അപ്പോൾ കണ്ടല്ലോ എല്ലാവരും വീഡിയോ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഈ അവിയൽ കണ്ടിട്ട് കമൻറ്റും കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.